സി ഗൈസ്, ലൈഫിൽ നല്ലൊരു ജോലി, കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ കുഴപ്പമില്ലാത്തൊരു വീടൊക്കെ വെക്കണം പ്ലാൻ ചെയ്ത് അങ്ങനെ വീടൊക്കെ വെച്ച് അനിയന്മാരൊക്കെ കൊണ്ട് സെറ്റിൽ ചെയ്ത് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന ടൈമിൽ ഞാൻ ഒരിക്കലും അന്ന് എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടിയല്ല ജീവിച്ചത്. എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ആ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത്. അന്ന് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു, എന്നെ ഭയങ്കര കാര്യമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ ഒന്ന് ലൈഫ് സ്റ്റേബിളായപ്പോൾ ഞാൻ എൻ്റെ പാഷനും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹവും എൻ്റെ ഡ്രീമിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഞാൻ ലൈഫിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി പ്ലാൻ ചെയ്ത് ഞാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതുവരെ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരും എന്നെ സ്നേഹിച്ച ആൾക്കാരും അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ എൻ്റെ ശത്രുക്കളായി. അതായത് എൻ്റെ മിത്രങ്ങൾ മൊത്തം എനിക്ക് ശത്രുക്കളായി. ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ എന്നെ ഒഴിവാക്കിപ്പോയി. ഞാൻ ഒറ്റയായി, സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയായി. ബട്ട് എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഹാപ്പി ആയിരുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, ലൈഫിൽ വേറൊരാളെ സന്തോഷത്തിന് വേണ്ടി വർക്ക് ചെയ്യാതെ നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി വർക്ക് ചെയ്യും. ഇതാണ് ലൈഫ്. ഒരാളും നമ്മുടെ കൂടെ പെർമനൻ്റ് ഉണ്ടാവില്ല. ആരൊക്കെ ഉണ്ടാവില്ല എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും.